കേരളത്തിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പള്ളിവേട്ട. സാധാരണയായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളിൽ 9-ാം ദിവസമാണ് പള്ളിവേട്ട നടക്കാറുള്ളത്. തെക്കൻ കേരളത്തിലെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പള്ളിവേട്ടയാണിത്. ഇത് വെറും ഒരു ചടങ്ങല്ല, നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനതയുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പരകോടിയാണ്. ഈ മണ്ണിൽ ജനിച്ചവർക്ക് അഗസ്ത്യക്കോട് വെറും ഒരു ക്ഷേത്രമല്ല, അതൊരു തണലാണ്. അഗസ്ത്യമുനിയുടെ തപസ്സുണർന്ന ഈ പുണ്യഭൂമിയിൽ വിശ്വനാഥൻ കാവലിരിക്കുന്നത് ഇവിടുത്തെ ഭക്തർക്കു വേണ്ടിയാണ്. ജീവിതത്തിന്റെ കനൽപദങ്ങളിൽ വെന്തുരുകുമ്പോൾ ആ നടയിലൊന്നു ചെന്ന് തൊഴുതാൽ തീരാത്ത എന്ത് സങ്കടമാണുള്ളത്. ഒരിക്കൽ ആ നടയിൽ ചെന്ന് ഉള്ളുരുകി കരഞ്ഞവർക്കറിയാം ആ വിളി കേൾക്കാതിരിക്കാൻ അഗസ്ത്യക്കോട് മഹാദേവന് കഴിയില്ലെന്ന്. അഗസ്ത്യക്കോട് ക്ഷേത്രത്തിൽ പള്ളിവേട്ടയ്ക്കായി പുറപ്പെടുമ്പോൾ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും തിടമ്പുകൾ തുല്യ പ്രൗഢിയോടെ എഴുന്നള്ളിക്കുന്നു. ലോകപാലകനായ വിഷ്ണുവും സംഹാരരുദ്രനായ ശിവനും ഒരേ ലക്ഷ്യത്തിനായി കൈകോർക്കുന്ന അപൂർവ നിമിഷമാണിത്. നാടിന്റെ രക്ഷയ്ക്കായി തിന്മകളെ വേരോടെ പുഴുതെറിയാൻ ഭഗവാൻ നായാട്ടിനിറങ്ങുന്ന ദിനം. ഗാംഭീര്യത്തോടെയുള്ള എഴുന്നള്ളത്തും നിശബ്ദമായ വേട്ടയും ഒടുവിൽ അസുര നിഗ്രഹത്തിന് ശേഷമുള്ള ആവേശകരമായ മടക്കയാത്രയും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അഗസ്ത്യക്കോട് പള്ളിവേട്ട തിന്മയുടെ പ്രതീകമായ അസുരനെ വേട്ടയാടി നിഗ്രഹിക്കുന്നു എന്നതാണ് പള്ളിവേട്ടയുടെ പിന്നിലെ സങ്കല്പം. പള്ളിവേട്ടയുടെ ഏറ്റവും ഭക്തിസാന്ദ്രമായ ഭാഗം അതിന്റെ നിശബ്ദതയാണ്. ആനപ്പുറത്തിരിക്കുന്ന ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആഭരണങ്ങളുടെ കിലുക്കം പോലും കേൾക്കാവുന്ന അത്രയും നിശബ്ദതയിലാണ് ഘോഷയാത്ര നീങ്ങുന്നത്. ഭഗവാൻ എഴുന്നള്ളുന്ന വീതിയിൽ വെളിച്ചങ്ങളെല്ലാം കെടുത്തി ഒരു ഇല വീഴുന്ന ശബ്ദം പോലും കേൾക്കാത്ത വിധത്തിലുള്ള ആ നിശബ്ദത ഭക്തിയുടെ പരമോന്നത അവസ്ഥയിലാണ്. ഭഗവാന്മാർ പ്രത്യേകം സജ്ജീകരിച്ച പള്ളിവേട്ടക്കളത്തിൽ എഴുന്നള്ളിയതിനു ശേഷം ഒരു കരിക്കോ പന്നിയുടെ രൂപമോ വെച്ച് അതിൽ അമ്പെയ്യുന്നതാണ് പ്രധാന ചടങ്ങ്. ആ അമ്പ് ലക്ഷ്യം കാണുമ്പോൾ കാത്തുനിന്ന നിശബ്ദത ഭേദിച്ച് ശംഖനാദവും ആർപ്പുവിളിയും തിന്മയുടെ അന്ത്യം കുറിച്ച നാഥനെ നോക്കി ഒരു നാട് മുഴുവൻ കൈകൂപ്പി നിൽക്കുന്നു. വേട്ട കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആഘോഷം. അപ്പോൾ വാദ്യമേളങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലാകുന്നു. വേട്ട കഴിഞ്ഞ് മടങ്ങുന്ന വിജയശ്രീലാളിതനായ മഹാദേവന്മാർ, മടങ്ങിയെത്തുന്ന ഭഗവാന്മാർ ക്ഷേത്രത്തിന് പുറത്തുള്ള മണ്ഡപത്തിൽ വിശ്രമിക്കുന്നു. ദീർഘയാത്രയുടെയും വേട്ടയുടെയും ക്ഷീണം മാറ്റുന്ന ഭഗവാന്മാരെ പിന്നീട് ഭക്തർ ഭക്തിപൂർവ്വം ഉണർത്തുന്നു. ഇനി ആറാട്ടിന്റെ പുണ്യത്തിലേക്ക്.